അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 എക്കണോമിക്സിലെ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ വൺ വേർഡുകളാണ്. അപ്പോൾ നമ്മളിത് ഓരോ പാർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്യും. ഒന്നാമത്തെ പാർട്ട് ഒന്നാമത്തെ വീഡിയോയിൽ, അങ്ങനെ ഓരോ പാർട്ട് ഓരോ വീഡിയോ ആയിട്ട്. അപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാനും നല്ല സ്കോർ നമുക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ കൃത്യമായിട്ട് എന്താവുക, പറയുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കുക, ചോദിക്കുക. ഓക്കെ. ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 2022 മാർച്ചിൽ +2 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിലാണുള്ളത്. അപ്പോൾ ആ ഫാക്ടറിയിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് പറയുക? അതായത് നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തിന് പറയുന്നൊരു പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ചോദിച്ചത്. റവന്യൂ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഡിമാൻഡ് ഫംഗ്ഷൻ. ഇത് പിന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരെന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച ഇൻപുട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും. ഉപയോഗിച്ച ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട് അൽഫാം ആയിക്കോട്ടെ. അപ്പോൾ എത്രത്തോളം നമ്മൾ ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ മറ്റുള്ള മസാലകൾ ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം മതിമെന്ന് എന്താവുന്നുണ്ട്, അൽഫാം കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഈ റവന്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് വരുമാനവുമായി ബന്ധപ്പെട്ടതാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവുമായി ബന്ധപ്പെട്ടതാണ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഡിമാൻഡുമായി ബന്ധപ്പെട്ടതാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലവ്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആവശ്യകത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണെന്ന് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് നമ്മളെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഷീറ്റുകൾ, ബോഡി ആയിക്കോട്ടെ, ആ ബോഡി എന്തിൻ്റെ ഉദാഹരണമാണ്? കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫൈനൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ ഈ 4 ഗുഡ്സും എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത് കൺസ്യൂമർ ഡ്യൂറബിൾ. കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഒരുപാട് കാലം എന്താക്കാൻ പറ്റും? ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിലുള്ള സ്റ്റീലും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ 4 ചർച്ച ചെയ്തതിന് ശേഷം ഏതാണ് കൂടുതൽ ആപ്റ്റ് ആയത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ഫൈനൽ ഗുഡ്സ് ആണ്. ഫൈനൽ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്മേൽ ഇനി എന്താവുന്നില്ല, വേറെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പിന്നെ ഒരു എന്ത് വാങ്ങണമെന്ന് പറയുക, മൈദ വാങ്ങണം. മൈദ വാങ്ങുകയാണെങ്കിൽ ആ മൈദ നമ്മൾ പിന്നെ നേരിട്ട് കഴിക്കല്ലല്ലോ ചെയ്യുക. ആ മൈദ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആക്കും. അപ്പോൾ അതിന്മേൽ വീണ്ടും എന്താവാണ്ട് ഒരു പ്രൊഡക്ഷൻ പ്രക്രിയ നടക്കാനുണ്ട്. ആ പ്രൊഡക്ഷൻ പ്രക്രിയ നടന്നു കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കസ്റ്റമർ അത് ഉപയോഗിക്കുമ്പോൾ അതെന്തായി മാറും? ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറും. ഒരു ഉദാഹരണം കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആപ്പിൾ വാങ്ങിയിട്ട് നമ്മൾ കൂൾ ബാറിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ അത് അവിടെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജ്യൂസ് എന്താണ്? ഫൈനൽ ഗുഡ്സ് ആണ്. ആ ആപ്പിൾ എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇതാ ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് രണ്ടും നമ്മൾ പറഞ്ഞിട്ടോ. പിന്നുള്ളത് കൺസംഷൻ ഗുഡ്സ് ആണ്. ഈ കൺസംഷൻ ഗുഡ്സ് തന്നെ ഗുഡ്സിൽ 2 ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയൽ. ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സും പിന്നെ ഒന്ന് കൺസംഷൻ ഗുഡ്സും. അതിൽ കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാലും പിന്നെ ആ സാധനം നമ്മളെന്താവുകയാണ്? നേരിട്ട് ഉപയോഗിക്കുകയാണ്. നേരിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺസംഷൻ ഗുഡ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്താക്കിയെന്നോ, ഒരു തയ്യൽ മെഷീൻ വാങ്ങി. തയ്യൽ മെഷീൻ നമ്മൾ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്താക്കി ഒരു ഷർട്ടും വാങ്ങി. ഈ ഷർട്ടും ഫൈനൽ ഗുഡ്സാണ്.
അതോടൊപ്പം തന്നെ തയ്യൽ മെഷീനും ഫൈനൽ ഗുഡ്സാണ്. രണ്ടും ഫൈനൽ ഗുഡ്സാണ്. പക്ഷേ ഇതിൽ തയ്യൽ മെഷീന് ക്യാപിറ്റൽ ഗുഡ്സും നമ്മൾ വാങ്ങിയ ഷർട്ട് അത് കൺസംഷൻ ഗുഡ്സുമാണ്. കാരണം ഷർട്ടിൽ നിന്ന് നമ്മൾ വേറെ സാധനമൊന്നും ഉണ്ടാക്കുന്നില്ല, അതെന്താവുകയാണ് നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് തീർക്കുകയാണ്. അതേസമയം നമ്മൾ മറ്റത് ഉപയോഗിക്കുകയാണ്, പക്ഷേ ആ സാധനം വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, വേറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ക്യാപിറ്റൽ ഗുഡ്സാണ്. അപ്പോൾ ഇവിടെ നോക്കട്ടോ, ഇവിടെ നമ്മൾ പറഞ്ഞ കാറിൻ്റെ വണ്ടിയുടെ പിന്നെ സ്റ്റീലിൻ്റെ ഷീറ്റ് ഇതിൽ ഏതിലാണ് പെടുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റീലിൻ്റെ ഷീറ്റിനെ കുറിച്ച് നേരിട്ടായിട്ടല്ല നമ്മളിവിടെ പറയുന്നത്, നമ്മൾ വണ്ടിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ വണ്ടി എന്നുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണെന്ത്, ഈ സ്റ്റീലിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ ഷീറ്റ് സത്യത്തിൽ എന്താണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സാണ്, ഫൈനൽ ഗുഡ്സ് അല്ല. ഇവിടെ ഫൈനൽ ഗുഡ്സ് ഏതാ, ഫൈനൽ ഗുഡ്സ് കാറാണ്. ആ കാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ സാധനമാണെന്ത്, ഈ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതെന്താണ്, ഫൈനൽ ഗുഡ്സാണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സാണ്. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം ജെയിം കെയ്ൻസ് എന്ന് പറഞ്ഞ ആൾ പിന്നെ എക്കണോമിസ്റ്റാണ്. മൂപ്പർ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. മൂപ്പർ മാക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ട്. മാക്രോ എക്കണോമിക്സിൻ്റെ പിന്നെ ഈ ശാഖ തന്നെ കൊണ്ടുവന്നതിന് വലിയ സംഭാവന നൽകിയ ആളാണ് ആര്, ജെയിം കെയ്ൻസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേംസ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസിന് പറയുന്ന പേരെന്താണ്? നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താക്കിയെന്നോ, 80 ഉറുപ്പ്യക്ക് സാധനം ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ എന്താക്കി, വിറ്റപ്പം എനിക്ക് 100 ഉറുപ്പ്യ കിട്ടി. 80 ഉറുപ്പ്യ സാധനം ഉണ്ടാക്കി, വിറ്റപ്പം എനിക്ക് 100 ഉറുപ്പ്യ എന്തായി കിട്ടി. ഈ 80-നെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം, ഈ 100-നെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയാം. ഇത് രണ്ടിൻ്റെയും ഇടയിൽ എത്രയുള്ളത്, 20 ഉറുപ്പ്യ ഉണ്ട്. ഈ 20 ഉറുപ്പ്യക്ക് എന്താണ് പറയാം, ഈ 20 ഉറുപ്പ്യാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ചിലവ്, ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം വരുമാനം. മൊത്തം ചിലവിൻ്റെയും വരുമാനത്തിൻ്റെയും ഇടയിലുള്ള പൈസയ്ക്ക് നമ്മൾ എന്താ പറയുക, അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരി. ഇനി അടുത്ത സാധനം, ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ കറൻസി. അതായത് ഒരു കറൻസിയെ വേറൊരു കറൻസിയിൽ പിന്നെ നമ്മൾ എന്താക്കുകയാണ്, വിനിമയം നടത്തുകയാണ്. അപ്പോൾ ആ റേറ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഒരു കറൻസിനെ വേറൊരു കറൻസിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിന് പറയുന്ന പേര് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ? അല്ല, അത് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണോ? റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ രാഷ്ട്രത്തിൻ്റെ കറൻസിയാണ്, അതിലെന്താകുന്നില്ല, വേറെ രാഷ്ട്രങ്ങളുടെ കറൻസിയുമായിട്ട് എന്താകുന്നില്ല, ബന്ധപ്പെടുന്നില്ല. ഇവിടെ ചോദ്യം എന്താണ്, ഒരു നാട്ടിലെ കറൻസി വേറൊരു കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇനി അടുത്തത്, ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി. അതായത് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം ഡ്യൂ ടു കൺസംഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി. ഒരു സാധനം നമുക്കിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് ഞാൻ പിന്നെ ഒരു പപ്സ് തിന്ന സമയത്ത് എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി. 2 പപ്സ് തിന്ന സമയത്ത് എനിക്ക് 18 യൂട്ടിലിറ്റി കിട്ടി. 3 പപ്സ് തിന്ന സമയത്ത് എനിക്ക് 24 യൂട്ടിലിറ്റി കിട്ടി. ഇനി നമ്മളെ ചോദ്യം കേട്ടോ, ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്ന ചേഞ്ച്. ഇവിടെ കണ്ട നിങ്ങൾ ഒന്നാമത്തേന്ന് രണ്ടാമത്തെ പിന്നെ പപ്സ് തിന്ന സമയത്ത് എനിക്ക് 8 യൂട്ടിലിറ്റി എന്താക്കിയിട്ടുണ്ട്, അധികം കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ പപ്സ് തിന്ന സമയത്ത് എനിക്ക് എന്തായിട്ടുണ്ട്, 6 യൂട്ടിലിറ്റി അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടായ മാറ്റം ഡ്യൂ ടു കൺസംഷൻ ഓഫ് 1 അഡീഷണൽ എന്ന് പറഞ്ഞാൽ 1 അധികം. ഒരു സാധനം അധികം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അധികം കിട്ടിയ യൂട്ടിലിറ്റിക്ക് പറയുന്ന പേരെന്താണ്? ഒന്നുകൂടെ നോക്കുക, 1-ാമത്തെ സാധനം ഉപയോഗിച്ച് 10, ഇതാണ് 1 ഞാൻ എന്താക്കി 2-ലേക്ക് എത്തി. ഇതിനാണ് നമ്മൾ അഡീഷണൽ യൂണിറ്റ് ഓഫ് കൊമോഡിറ്റി എന്ന് പറയുക. കൊമോഡിറ്റി എന്ന് പറഞ്ഞാൽ വസ്തു, അഡീഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അധികം ഉപയോഗിച്ചത്. പിന്നെ 2-ൽ നിന്ന് പിന്നെ ഞാൻ എന്താക്കി 3-ലേക്ക് പോയി. അപ്പോൾ ഈ 1 കഴിഞ്ഞ് 2-ാമത്തത് തിന്നപ്പോഴും 2 കഴിഞ്ഞ് 3-ാമത്തെ തിന്നപ്പോഴും എനിക്ക് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ യൂട്ടിലിറ്റി, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനം,
10, 18, 24 ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ഒരു സാധനം അധികം ഉപയോഗിക്കുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ഈ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ഈ മാറ്റത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇതിനാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇതുണ്ടല്ലോ, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഈ സാധനം ഇത് ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാണാമെന്ന് അറിയാം. ഇപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടെ 3 അല്ലേ കഴിച്ചത്. ആവറേജ് യൂട്ടിലിറ്റി കാണുക എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ടോട്ടൽ 3 എന്താക്കി കഴിച്ച്. 3 കഴിച്ച സമയത്ത് എനിക്ക് ടോട്ടൽ എത്ര യൂട്ടിലിറ്റിയാണ് കിട്ടിയത്? 24 യൂട്ടിലിറ്റിയാണ് കിട്ടിയത്. അപ്പോൾ ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് 8ആണ്. ആവറേജ് യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തം യൂട്ടിലിറ്റിനെ എത്ര സാധനമാണോ നമ്മൾ തിന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മൾ ആവറേജ് യൂട്ടിലിറ്റി എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സാധനത്തുമൊന്നും എത്ര കിട്ടിയെന്നുള്ളതാണ്. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ സാധനം അധികം കഴിക്കുന്ന സമയത്ത് എത്രയാണ് അധികം ഉണ്ടാവുന്നത്. ഇവിടെ കണ്ടോ, 10ന്ന് ഒന്നാമത്തെ സാധനം കഴിച്ചപ്പോൾ 10, രണ്ടാമത്തെ സാധനം കഴിച്ചപ്പോൾ 18. അപ്പോൾ 18ന്ന് ഒന്നാമത്തെ സാധനം 10, രണ്ടാമത്തെ സാധനം 18 ആകുമ്പോൾ എത്ര സാധനം എനിക്ക് അധികം കിട്ടിയത്? 8. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഞാൻ 3ാമത്തെ സാധനം കഴിച്ചപ്പോൾ എനിക്ക് 18ന്ന് 24ലേക്ക് എൻ്റെ യൂട്ടിലിറ്റി പോയി. അപ്പോൾ എനിക്ക് അധികം കിട്ടിയ എത്രയാണ്? 6. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഇനി ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനം വേറൊന്ന്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ മാറ്റി വെക്കുന്ന സാധനം, അതിപ്പോൾ എങ്ങനെ പറയാമെന്നറിയോ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ എന്തുണ്ടെന്നോ എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ 3 കോഫിയും അതുപോലെ തന്നെ 3 പപ്സും കഴിക്കാം. പക്ഷെ ഞാൻ എന്താക്കി? 4 കോഫി ആക്കി. അങ്ങനെയാണെങ്കിൽ 2 പപ്സേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പപ്സ് ഞാൻ എന്താക്കി? ഇവിടെ വിട്ട് കൊടുത്ത്. ഇതിനാണ് ഞാൻ എന്തെന്ന് പറയാം? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അതായത് ഒരു സാധനം അധികം കിട്ടാൻ വേണ്ടി ഞാൻ മറ്റേ സാധനം വിട്ട് കൊടുക്കുന്നതിനാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനം അധികം കഴിക്കുന്ന സമയത്ത് എനിക്ക് അധികം കിട്ടുന്ന സംതൃപ്തിക്കാണ്. കഴിക്കുക എന്ന് പറഞ്ഞത് ഇവിടെ ഭക്ഷണം ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഓരോ സാധനം എന്താകും അങ്ങനെ മാറ്റം വരും. ഇനി നമ്മൾ അടുത്ത സാധനം നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം, GDPയിലേക്ക് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും, ഡിപ്രിസിയേഷൻ കിട്ടും, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. ഇതിലേതാണ് ശരി എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഇത് ഓരോന്നും തമ്മിലുള്ള മാറ്റം എന്താണ് എന്ന് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിതാ GDP, അതുപോലെ തന്നെ NDP, GNP, NNP, ഈ 4 കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓരോന്നും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ GDP എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വില. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളത്, ഈ GDP എന്ന് പറയുമ്പം അതിൽ ഡിപ്രിസിയേഷൻ ഒഴിവാക്കിയിട്ടില്ല, തേയ്മാനം ഒഴിവാക്കിയിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ മൊത്തം സാധനങ്ങൾ, ആൾക്കാർ വിറ്റ സാധനവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സർവീസ് സേവനങ്ങളും എല്ലാം കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് ലാഭം കിട്ടിയത് എത്രയാണെന്നറിയോ? 16,000 ആണെന്ന് വിചാരിക്കുക, ഒരു ഏകദേശ കണക്ക്. അപ്പം ഇതിങ്ങനെ മൊത്തം കൂട്ടി കിട്ടുമ്പോൾ ഇതിനെയാണ് നമ്മൾ GDP എന്ന് പറയാം. ഇനി ഇതിൽ നിന്ന് നമ്മളെ രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിച്ചാന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ രാഷ്ട്രത്തിലുള്ള ആളുകൾ പുറം രാഷ്ട്രത്തിൽ പോയിട്ട് എന്താകുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സാധനം അതെന്താണ്? നമ്മളെ രാഷ്ട്രത്തിൻ്റെ തന്നെ സ്വത്താണ്. അപ്പോൾ അതിനും കൂടെ എന്താക്കണം? നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അതിനെയാണ് നമ്മൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയാം. അതൊരു 4,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ 16,000 നമ്മളെ നാട്ടിലുണ്ടാക്കിയതും 4,000 വിദേശത്തു നിന്ന് വന്നതും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത്
നമ്മളെ GNP എന്ന് പറഞ്ഞ സാധനമാണ്. ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രോസ് എന്നാണ്, N കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ എന്നാണ്, P കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് എന്നാണ്. ഇപ്പോൾ ഇവിടെ മാറ്റം വന്നത് എവിടെയെന്നറിയോ? ഇതിലാണ് മാറ്റം വന്നത്. ഈ N എന്ന് പറഞ്ഞ ലെറ്ററിലാണ് മാറ്റം വന്നത്. നേരത്തെ D എന്നേനു. D എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രത്തിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതേസമയം അതിൽ നിന്ന് പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നുള്ള സാധനം വരുമ്പോൾ എന്തായിരുന്നു? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റായി മാറി. GDP നിന്ന് അങ്ങോട്ട് മാറി GNPയിലേക്ക് മാറി. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ? ഇതാണ് സാധനം. ഇവിടെ നമ്മൾ ഉത്തരം ഇതാണ്, GNP ആണ്. ഇവിടെ എന്ത് മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ? നമ്മളെ രാഷ്ട്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനത്തിലേക്ക് ഈ ഡിയിലേക്ക് എന്തും കൂടെ ചേർത്ത് പുറത്തുനിന്ന് വന്ന സാധനം കൂടെ എന്തായി ചേർത്ത്. ഓക്കെ, അപ്പോൾ GDP എന്താണെന്ന് മനസ്സിലായി, GNP എന്താണെന്ന് മനസ്സിലായി. GDP എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിച്ച ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുക. ഇനി GNP എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിലുള്ള ആളുകൾ തന്നെ പുറം രാഷ്ട്രത്തിൽ പോയിട്ട് എന്താകുന്നുണ്ട്? സേവനം ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ വരുമാനവും അവരെ വിറ്റ സാധനങ്ങളും അവർ കൊടുത്ത സേവനങ്ങളും അതിൻ്റെ എല്ലാത്തിനെയും കൂടെ പൈസ കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? GNP എന്ന് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ D എന്നുള്ളത് എന്തായി മാറി? N ആയി മാറി. ഇനി ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളത് ഫസ്റ്റത്തെ ലെറ്റർ ഇല്ലേ, ഈ N എന്നുള്ളത് ചിലപ്പോൾ എന്തായി മാറുന്നോ? G ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ എന്താ സംഭവിക്കാൻ നോക്കുക. ഈ GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ രാഷ്ട്രത്തിലുള്ള ഉൽപ്പാദിപ്പിച്ച ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില. ഈ ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില എന്ന് പറയുമ്പോൾ പക്ഷെ ഇതിന് വേറെ ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് എന്താക്കണം? നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം കുറച്ചിട്ടില്ല, അതും കൂടെ എന്താക്കണം? നമ്മൾ കുറക്കണം. ഈ ഡിപ്രിസിയേഷൻ കുറക്കുന്ന സമയത്ത് ഗ്രോസ് എന്നുള്ളത് നെറ്റായിട്ട് മാറും. ഗ്രോസ് നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ എന്തായിട്ട് മാറും? നെറ്റായിട്ട് മാറും. അപ്പം അതിന് നമ്മൾ NDP എന്നാണ് പറയുക. ഡൊമസ്റ്റിക് ആകുമ്പം NDP എന്നും, ഇനി പിന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്ന് നമ്മൾ എന്ത് കുറക്കുകയാണ്? ഡിപ്രിസിയേഷൻ അങ്ങോട്ട് കുറക്കുകയാണെങ്കിൽ അത് എന്തായി മാറും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റായി മാറും. ഇനി നമുക്കുള്ളത് എന്താണെന്ന് അറിയോ? GNP ആണെന്ന് വിചാരിക്കുക. GNP എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിൽ ഉൽപ്പാദിപ്പിച്ചതും പുറം രാഷ്ട്രത്തിൽ നിന്ന് വന്നതും എല്ലാം കൂടെ കൂട്ടിയത് GNP ആണ്. അതിൽ നിന്ന് നമ്മൾ എന്താക്കാണ്? നമ്മൾ ഈ ഡിപ്രിസിയേഷൻ അങ്ങോട്ട് കുറക്കുകയാണെങ്കിൽ ഇത് എന്തായി മാറും അറിയോ? NNP ആയി മാറും. GNP എന്തായി മാറും? NNP ആയി മാറും. അപ്പം ഫസ്റ്റത്തെ ലെറ്റർ ആയ ജിയിൽ നിന്ന് Nലേക്ക് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് ഡിപ്രിസിയേഷൻ കുറക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള ഡൊമസ്റ്റിക്കിനെ നമ്മൾ നാഷണൽ ആക്കണമെങ്കിൽ അത് എന്ത് ചെയ്യലാണ്? പുറത്തുനിന്നുള്ള വരുമാനം, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡിന് എന്താക്കലാണ്? അതിലേക്ക് ചേർക്കലാണ് എന്നാണ്. അപ്പം നിങ്ങളിത് 2-3 തവണ ഒന്ന് കേൾക്കണം കേട്ടോ, എന്നാലേ എന്താവുള്ളൂ കാര്യം കൃത്യമാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം നമ്മളെ ഈ ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട സാധനമാണ്, ഡിമാൻഡ് കർവ്. അതായത് നമ്മുടെ നാട്ടിലെ സാധനത്തിന് വില കൂടുമ്പം വില കൂടുന്ന സമയത്ത് എല്ലാ സാധനത്തിൻ്റെയും സ്വഭാവം ഒരേ മാതിരിയല്ല. പല സാധനങ്ങൾക്കും പല സ്വഭാവം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ക്യാൻസറിൻ്റെ മരുന്നിന് വില കുറഞ്ഞ്, അതുകൊണ്ട് എല്ലാവരും ക്യാൻസറിൻ്റെ മരുന്ന് വാങ്ങി വെക്കുമോ? ഇല്ല. ഇനി ക്യാൻസറിൻ്റെ മരുന്നിന് പറ്റ വില കുറഞ്ഞ്, പറ്റ വില കൂടി, എന്നാൽ ആരും വാങ്ങാണ്ടിരിക്കോ? ഇല്ല. അപ്പം എല്ലാ സാധനത്തിനും ഒരുപോലെ അല്ലാന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പച്ചക്കറി തന്നെ നോക്കുക. തക്കാളിക്ക് പറ്റ വില കുറഞ്ഞ്, എന്നാൽ നമ്മൾ മാർക്കറ്റിലുള്ള അകലെ തക്കാളി നമ്മൾ വാങ്ങി വെക്കുമോ? ഇല്ല. അതേസമയം സ്വർണ്ണത്തിന് വില കുറഞ്ഞ്, അപ്പം നമ്മൾ വാങ്ങി വെക്കൂലേ? വാങ്ങി വെക്കും. അപ്പം ഇവിടെ ചോദിക്കണത് എത്രയാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതുമായി ബന്ധപ്പെട്ട ഏത് സാധനമാണ് ഇവിടെ ഉള്ളത്? യൂണിറ്ററി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എങ്ങനെ കേട്ടോ? വിലയിൽ എത്രയാണോ മാറ്റം ഉണ്ടാവുന്നത് അത്ര തന്നെ ശതമാനം, അത് വിലയിൽ എത്ര ശതമാനമാണോ മാറ്റം ഉണ്ടാവുന്നത് അത്ര തന്നെ ശതമാനം മാറ്റം എവിടെ ഉണ്ടാവും? അതിൻ്റെ ഡിമാൻഡിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ, 100 റുപ്യേൻ്റെ സാധനം 100 റുപ്യക്ക് നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയോ? ഒരു നമ്മൾ ആദ്യം 100 റുപ്യക്ക് സാധനം വാങ്ങിയപ്പോൾ നമുക്ക് 10 എണ്ണം കിട്ടീനു. അങ്ങനെ സാധനത്തിൻ്റെ വില എന്തായി എന്നറിയോ? 110 എന്ന് വിചാരിക്കുക. സാധനത്തിൻ്റെ വില എന്തായി? 110. അതായത് 10% കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 എന്താകുന്നുള്ളൂ വാങ്ങുന്നുള്ളൂ.
അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. വിലയിലെ ശതമാനത്തിൻ്റെ മാറ്റം, അതായത് വിലയിലെ മാറ്റത്തിൻ്റെ ശതമാനം എത്രയാണോ അത്ര ശതമാനം മാറ്റം എവിടെ ഉണ്ടാവും? അതിൻ്റെ ഡിമാൻഡിൽ ഉണ്ടാകും എന്നർത്ഥം. ഓക്കെ. എന്നാൽ എല്ലാം അതുപോലെയാണോ? അല്ല. ഇപ്പം നമ്മൾ ക്യാൻസറിൻ്റെ മരുന്ന് 1000 ആണെന്ന് വിചാരിക്കുക, അത് 1500 ആയി. 1500 ആയതുകൊണ്ട് രോഗികൾ മരുന്ന് വാങ്ങാണ്ടിരിക്കുമോ? അന്ന് 10 പോയി ഇന്നും ആ 10 രോഗികളുണ്ടെങ്കിൽ അവരത് വാങ്ങും. ഇനിയോ 1000 റുപ്യേൻ്റെ ക്യാൻസർ മരുന്ന് എന്തായിരുന്നോ നാട്ടിൽ 400 രൂപ കിട്ടാമെന്ന് വേണ്ടി തുടങ്ങി. എന്നാൽ നമ്മൾ കുറേ എന്താക്കുമോ 100 ക്യാൻസർ മരുന്ന് വാങ്ങി വെക്കുമോ? ഇല്ല. ഓക്കെ. അതേമാതിരി അപ്പോൾ ഇവിടെ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, പ്രൈസിൽ എത്ര ശതമാനമാണോ മാറ്റം വന്നത് അത്ര തന്നെ ശതമാനം മാറ്റം എവിടെ വരുള്ളൂ? ഡിമാൻഡിൽ വരുള്ളൂ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? യൂണിറ്ററി എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ED = 1. യൂണിറ്ററി എന്നല്ല പറഞ്ഞത്. നോക്കുക. ഇനി അടുത്ത സാധനം ദ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇൻ ആൻ ഒളിഗോപ്പൊളി മാർക്കറ്റ്. അത് ഈ ഒളിഗോപ്പൊളി എന്താണെന്നുള്ളത് അറിയണം. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിൽ കച്ചവടക്കാരായിട്ട് ഉണ്ടാവുള്ളൂ. കുറേ ആളുകൾ നിന്നുണ്ടാവില്ല, അതിൽ കച്ചവടക്കാരായിട്ട് ഉണ്ടാവില്ല. കുറഞ്ഞ സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ മൊബൈൽ ടവർ, അതൊരു ഒളിഗോപ്പൊളിൻ്റെ ഉദാഹരണമാണ്. ഓക്കെ. ഒളിഗോപ്പൊളി എല്ലാവർക്കും കുറേ ടവർ ഉണ്ടാവില്ല, കുറഞ്ഞ മുതലാളിമാർ മാത്രം, കുറഞ്ഞ കച്ചവടക്കാർ മാത്രം ഉണ്ടാകുന്ന മാർക്കറ്റിനാണ് നമ്മൾ ഒളിഗോപ്പൊളി എന്ന് പറയാം. അപ്പോൾ ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറയുന്നത്? വെരി ലാർജ്, ഒരുപാട് കച്ചവടക്കാരുണ്ടാവും. ഇവിടെ സെല്ലേഴ്സ് ആയിട്ട് പറയുന്നത് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഒളിഗോപ്പൊളി വെരി ലാർജ് ആണോ? അല്ല. ലാർജ് ആണോ? അല്ല. 1 ആണോ? ഒന്നല്ല. ഒരു കച്ചവടക്കാരല്ല, എന്നാൽ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് ഇങ്ങനത്തെ മാർക്കറ്റിനാണ് നമ്മൾ ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇനി അടുത്ത സാധനം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ഡിറ്റർമൈൻഡ് അറ്റ് ദ പോയിന്റ് വേർ ദ ലേബർ സപ്ലൈ കർവ് ആൻഡ് ദ ലേബർ ഡിമാൻഡ് കർവ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഏത് സമയത്താണ് ലേബറിൻ്റെ സപ്ലൈയും ലേബറിൻ്റെ ഡിമാൻഡും തമ്മിൽ എന്താവുന്നത്? കൂട്ടിമുട്ടുന്നത്. ഏത് പോയിന്റിലാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഗ്രാഫ് എന്തായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേബറിൻ്റെ സപ്ലൈ എപ്പോഴും നമ്മൾ 45 ഡിഗ്രിയിൽ കാണുന്നതാണ്. ഇത് ലേബർ ഡിമാൻഡ്, ഇത് രണ്ടും കൂടെ എപ്പോഴാണ് കൂട്ടിമുട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വേജ് റേറ്റിലാണ്. ഇവിടെ കണ്ടെങ്കിൽ ഒന്ന് റെൻ്റാണ്. റെൻറ്റ് നമ്മൾ ലേബറുമായി ബന്ധപ്പെട്ട സാധനമല്ല. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതും എന്തല്ല, ലേബറുമായി ബന്ധപ്പെട്ടതല്ല. പ്രോഫിറ്റും ലേബറുമായി ബന്ധപ്പെട്ടതല്ല. അവിടെ ലേബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണെന്ന് അറിയാം? വേജ് റേറ്റ് ആണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ 4 സാധനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട 4 ഘടകങ്ങളാണ്. അതിലൊന്ന് തൊഴിലാളിയാണ്. ഈ തൊഴിലാളിക്ക് കിട്ടുന്ന സാധനമാണ് ഈ വേജ് റെൻറ്റ് എന്ന് പറഞ്ഞത്. പിന്നുള്ളത് ലാഭമാണ്, ഓർഗനൈസേഷൻ. 4 സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലേബർ, പിന്നൊന്ന് ക്യാപിറ്റൽ, പിന്നൊന്ന് ഓർഗനൈസേഷന്, പിന്നൊന്ന് ലാൻഡ്. ഇതിൽ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണെന്ന ചോദ്യം. ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതായത് ക്യാപിറ്റൽ നമ്മൾ മൂലധനം ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറയുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതേസമയം നമ്മൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്നറിയോ? റെൻ്റാണ്. ഇനി ഇതൊക്കെ സംഘടിപ്പിക്കുന്ന മുതലാളിക്ക് കിട്ടുന്ന സാധനം എന്താണ്? പ്രോഫിറ്റാണ്. തൊഴിലാളിക്ക് കിട്ടുന്ന സാധനം ഏതാണ്? വേജ് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, സപ്ലൈൻ്റെ കർവും ലേബർ സപ്ലൈ കർവും ലേബർ ഡിമാൻഡ് കർവും കൂട്ടി യോജിക്കുന്നത് ഏത് പോയിന്റിലാണ്? വേജ് റേറ്റിലാണ് എന്താവുന്നത്? അത് വേജ് റേറ്റിലാണ് കൂടി യോജിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് എന്തിനെയാണ് സ്വാധീനിക്കുന്നത്? ഈ താഴെ പറയുന്ന 4 ഏതിനെയാണ് എന്താവുന്നത്? സ്വാധീനിക്കുന്നത്. വേജ് റേറ്റിനെയാണ് എന്താവുന്നത്? അത് സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും 1 വേർഡ് ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. 1 വേർഡ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തു.